Okay. PERT and CPM, project evaluation, review technique, and the critical path method. അതില് PERT probability ആണ്. Critical path method time deterministic ആണ്. അപ്പൊ ഇവിടെ probability ആയതുകൊണ്ട് തന്നെ 3 തരം ടൈം ആണ്. എന്തൊക്കെയാണ് 3 തരം ടൈം? ഒന്ന് T0. T0 എന്ന് പറയുന്നത് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് പോവുകയാണെങ്കിലുള്ള ടൈമാണ് T0. TM എന്ന് പറയുന്നത് മോസ്റ്റ് ലൈക്ലി നോർമൽ ആയിട്ട് കാര്യങ്ങൾ നടക്കുകയാണെങ്കിലുള്ള ടൈമാണ് TM. TP എന്ന് പറയുന്നത് പെസിമിസ്റ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ ആകെ പ്രശ്നമായി നീങ്ങുകയാണെങ്കിൽ ഏറ്റവും മോശമായ രീതിയിൽ സമയമെടുത്ത് ചെയ്യുന്നതാണ് TP, ടൈം അറ്റ് ദി പെസിമിസ്റ്റിക് കണ്ടീഷൻ. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 3 എസ്റ്റിമേറ്റിൽ നിന്നും ടൈം എസ്റ്റിമേറ്റ് ചെയ്യാം. 3 ടൈം കാൽക്കുലേറ്റ് കണ്ടുവച്ചിട്ടുള്ള ഒബ്സർവ് ചെയ്തിട്ടുള്ള 3 ടൈമിൽ നിന്നും ടൈമിനെ എസ്റ്റിമേറ്റ് ചെയ്യണം. ടൈമിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് TE ആണ്. TE ആണ് മീൻ ടൈം. ടൈമിനെ എസ്റ്റിമേറ്റ് ചെയ്യാം. എസ്റ്റിമേറ്റഡ് ടൈം. ഓക്കെ, അപ്പൊ TE എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് ടൈം ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമാറ്റ് ആണ് മ്യൂ ഈക്വൽ ടു എന്താണ് ഫോർമാറ്റ്? മ്യൂ ഈക്വൽ ടു T0 പ്ലസ് 4TM പ്ലസ് TP ബൈ 6. അപ്പൊ അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഫോർമാറ്റ് TP മൈനസ് T0 ബൈ 6. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ആണ് വാരിയൻസ്. പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് വാരിയൻസ് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ ഇവിടെ സിഗ്മ എന്ന് പറയുന്നത് ഇതാണെങ്കിൽ നമുക്ക് അതിന്റെ സ്ക്വയർ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാം? TP മൈനസ് T0 ബൈ 6 ഹോൾ സ്ക്വയർ. TP മൈനസ് T0 സ്ക്വയർ ബൈ 36. ഇറ്റ് ഈസ് ദ വാരിയൻസ്. അപ്പൊ അത് ഓർമ്മിച്ചു വെക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രൊജക്ട് ആണ് തന്നിട്ടുള്ളതെങ്കിൽ പ്രൊജക്റ്റിൽ അപ്പൊ 3 തരം ടൈം തന്നിട്ടുണ്ടാവണം. എന്നിട്ട് നമ്മൾ ടൈമിന് എസ്റ്റിമേറ്റ് ചെയ്യാണ്. പ്രൊജക്ട് കംപ്ലീഷൻ ടൈം കാണണം. അതിന്റെ മീൻ അതിന്റെ വാരിയൻസ് ഒക്കെ കാണാനുള്ള രീതികളാണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ എന്തൊക്കെ ചെയ്യാം? നമുക്കൊരു പ്രോബ്ലം തരികയാണ്. ക്രിട്ടിക്കൽ പാത്ത് ആണ് കാണേണ്ടതെങ്കിൽ അതിൽ ഡിറ്റർമിനിസ്റ്റിക് ആയി ടൈം പോയിന്റ്സ് തന്നിട്ടുണ്ടാവും. പ്രൊജക്ട് ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക് PERT ഉപയോഗിച്ചിട്ടാണ് കാണുന്നതെങ്കിൽ അതിന് 3 തരം ടൈം പോയിന്റ് ഈ പറഞ്ഞ പോലെ തന്നിട്ടുണ്ടാവും. ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ, സാധാരണ രീതിയിൽ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ, ഏറ്റവും മോശമായ അവസ്ഥയിൽ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ, അപ്പൊ 3 ടൈം പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ പ്രൊജക്ട് പലതരം ജോബുകൾ, പലതരം ആക്ടിവിറ്റിയാണ്. ഇവിടെ ജോബ് അല്ലെങ്കിൽ ആക്ടിവിറ്റി എന്ന് തന്നിട്ടുണ്ടാവും. ആ ആക്ടിവിറ്റി നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ച് ABCD ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അല്ലെങ്കിൽ നോഡിൽ നിന്ന് അടുത്ത നോഡിലേക്കുള്ള ഏരോ മാർക്ക് റെപ്രസെന്റ് ചെയ്യുന്ന ആ ആക്ടിവിറ്റി ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടോ അല്ലെങ്കിൽ നോഡ് നമ്പറിന്റെ കൺസിക്യൂട്ടീവ് നമ്പറിംഗ് ആയിട്ടോ 1 to 2, 2 to 3 അങ്ങനെയോ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇവിടെ 1 to 2, 1, 3, 1, 4 എന്ന് കാണിച്ചിട്ടുള്ളത് ആക്ടിവിറ്റീസ് ആണ്, ജോബാണ് അല്ലേ? അപ്പൊ ഇവിടെ 1, 2 ഒരു ജോബാണ്. ആ ജോബിന് ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ 1 വീക്ക് കൊണ്ട്, സപ്പോസ് ഇറ്റ് ഇസ് ഇൻ വീക്കിലാണ് തന്നതെന്ന് വിചാരിക്കുക ഈ ഒരു എക്സാമ്പിളിന്. സാധാരണ രീതിയിലാണെങ്കിൽ 1 വീക്ക്. TP പെസിമിസ്റ്റിക് ആണെങ്കിൽ മോശമായ കാലാവസ്ഥയിലാണ് ചെയ്യുന്നതെങ്കിൽ 7 ആഴ്ച വരെ നീണ്ടു പോയേക്കാം. ഓക്കെ, അതാണ് എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുള്ളത്. ഇനി 1, 3 ആണെങ്കിൽ T0 1 ആണ്, ഒപ്റ്റിമിസ്റ്റിക് 1 വീക്ക് ആണ്. TM മോസ്റ്റ് ലൈക്ലി 4 വീക്ക് ആണ്. പെസിമിസ്റ്റിക് കണ്ടീഷൻ ആണെങ്കിൽ 7 വീക്സ് ആണ്. അങ്ങനെ ഓരോ ജോബിന്റെയും 3 തരം ടൈം T0, TM, TP തന്നിട്ടുണ്ട്. അതിനെന്ത് വേണം? അതിന് ഈ പറയുന്ന രീതിയിലുള്ള പ്രൊജക്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അതിന്റെ ഡയഗ്രാം വരയ്ക്കണം. ഡയഗ്രാം വരയ്ക്കാൻ എന്ത് ചെയ്യണം? ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമ്മൾ ആ കൺസ്ട്രെയിൻസ് എങ്ങനെയാണ് വരുന്നത്, ആ കൺസ്ട്രെയിൻസ് അനുസരിച്ച് വേണം ഡയഗ്രാം വരയ്ക്കാനായിട്ട്. കണ്ടീഷൻസ് എങ്ങനെയാണ് വരുന്നത്, ആ കണ്ടീഷൻ അനുസരിച്ച്. ഇവിടെ എന്താ കണ്ടീഷൻ? ഇവിടെ 1ൽ നിന്ന് 2ലേക്കും 1ൽ നിന്ന് 3ലേക്കുമുണ്ട്, 1ൽ നിന്ന് 4ലേക്കുമുണ്ട്. അപ്പൊ ഒരു നോഡൽ പോയിന്റ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് 1 ആണെന്ന് വരച്ചു കഴിഞ്ഞാൽ ആ 1ൽ നിന്ന് 2ലേക്ക് 3ലേക്ക് 4ലേക്ക് ആക്ടിവിറ്റി കണക്ട് ചെയ്യണം അല്ലേ? അപ്പൊ നമ്മൾ ഡയഗ്രാം വരച്ചു നോക്കാം. എങ്ങനെയാണ് ഡയഗ്രാം വരച്ചു നോക്കാം? ഒന്നാമത്തെ പോയിന്റ് ഇനീഷ്യൽ നോഡ് 1ൽ നിന്ന് 3 ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ 3 ആക്ടിവിറ്റിയും എവിടേക്കാണ് പോകുന്നത്? ആ നോഡിന്റെ ലാസ്റ്റ് നമ്പർ കൊടുത്താൽ മതി. ബട്ട് നമ്പറിംഗ് എങ്ങനെയാണ്? ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് കൺസിക്യൂട്ടീവ് അല്ലേ? തിരിച്ചു വരരുത്, റിവേഴ്സ് ഓർഡറിൽ ആക്ടിവിറ്റി വരാൻ പാടില്ല. അപ്പം 1 to 2, 1 to 3, 1 to 4. ഇനി എന്താണത്? 2 to 5, 3 to 5. 2ൽ നിന്ന് 5ലേക്കും പോകുന്നുണ്ട്. 2ൽ നിന്ന്
2ൽ നിന്ന് 5ലേക്ക് മാത്രമേ ഉള്ളൂ. 3ൽ നിന്ന് 5ലേക്ക് പോകുന്നുണ്ട്. 4ൽ നിന്നും 5ൽ നിന്നും 6ലേക്ക് പോകുന്നുണ്ട് അല്ലേ? അപ്പൊ നോക്കാം. 1ൽ നിന്ന് 2ലേക്ക്, 1ൽ നിന്ന് 3ലേക്ക്, 1ൽ നിന്ന് 4ലേക്ക് നോഡുകൾ തമ്മിൽ ആരോ മാർക്ക് ഉപയോഗിച്ച് കണക്ട് ചെയ്തു. ആക്ടിവിറ്റിയാണ്. 2ൽ നിന്ന് 5ലേക്ക്, 3ൽ നിന്ന് 5ലേക്ക്, 4ൽ നിന്ന് 6ലേക്ക്, 5ൽ നിന്ന് 6ലേക്ക് കംപ്ലീറ്റ് ആയി. 1ൽ തുടങ്ങി 6ൽ അവസാനിക്കും. സ്റ്റാർട്ടിംഗ് നോഡ് ആൻഡ് ഇനീഷ്യൽ നോഡ് ആൻഡ് ഫൈനൽ നോഡ് അല്ലേ? 6 നോഡ്സ് ആണുള്ളത്. ക്ലിയർ ആണ്. എത്ര ആക്ടിവിറ്റീസ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ ഇതാണ് നെറ്റ്വർക്ക് ഡയഗ്രാം. അങ്ങനെയും ആവാം. അത് കൂടാതെ ഒരു എക്സാമ്പിൾ കൂടി ഇതിനെ വിളിച്ചേർത്ത് അങ്ങ് പറയാം. ഈ പത്തിന്റെ ക്വസ്റ്റൻ അല്ല, CPM ആണ്, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ തന്നിട്ടുള്ള ടൈം പോയിന്റ്സ് വെച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടീഷൻ ആണ് തന്നിട്ടുള്ളതെങ്കിൽ, ഇനി അതല്ല പെർട്ടിൽ തന്നെ കണ്ടീഷൻ തന്നിട്ട് ടൈം പോയിന്റ്സ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ, ABCD തന്നിട്ടാണ് ടൈം പോയിന്റ്സ് തന്നിട്ടുള്ളതെങ്കിൽ, ഇവിടെ ഒരു എക്സാമ്പിൾ കൂടി ഇതിനോട് ചേർത്താൻ പറഞ്ഞേക്കാം. എന്താ എക്സാമ്പിൾ? ഇവിടെ A<D, A<E, B>F, D>F അങ്ങനെ 8 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ABCD ആണ് ഇവിടെ ആക്ടിവിറ്റി. ആ 8 കണ്ടീഷനെയും അല്ലേ ആ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ നെറ്റ്വർക്ക് വരയ്ക്കാനായിട്ട്. എങ്ങനെ വരയ്ക്കാം? A<D, A>E. അപ്പൊ A എന്ന് പറയുന്നത് D യെക്കാളും E യെക്കാളും മുന്നേ തീരണം, കംപ്ലീറ്റഡ് ആയിരിക്കണം. പിന്നെ B>F, D>F. F തുടങ്ങുന്നതിന് മുന്നേ Aയും Bയും Dയും കംപ്ലീറ്റ് ആവണം. അപ്പൊ നമുക്ക് ട്രയൽ ആയിട്ട് വരച്ചു നോക്കാം. ഒന്നാമത്തെ നോഡ് മാത്രം ആദ്യം റെപ്രസെന്റ് ചെയ്തു. ഒന്നിൽ നിന്ന് ഏതൊക്കെ തുടങ്ങാം? എക്ക് പ്രൊസീഡിംഗ് ആക്ടിവിറ്റീസ് ഇല്ല, മുന്നേ ആക്ടിവിറ്റി ഇല്ല, അതുകൊണ്ട് A തുടങ്ങി A റെപ്രസെന്റ് ചെയ്തു. A എത്ര ഉണ്ട്? A കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എന്താ ഉള്ളത്? D ഉണ്ട്, E ഉണ്ട്. അപ്പൊ A ഡൈവേർജ് ചെയ്തു. എങ്ങോട്ടൊക്കെ പോയി? Dയും ഉണ്ട്, Eയും ഉണ്ട് അല്ലേ? ഇനി ബിയുടെ കാര്യം നോക്കാം. B>F, ബട്ട് ബിക്ക് പ്രൊസീഡിങ്സ് ഇല്ല. അപ്പൊ ബിയും എന്തിൽ നിന്ന് തന്നെ തുടങ്ങാം? ഒന്നാമത്തെ നോഡിൽ നിന്ന് തന്നെ തുടങ്ങാം. പ്രൊസീഡിങ്സ് ഇല്ല, അതുകൊണ്ട് ഇനീഷ്യൽ നോഡിൽ നിന്ന് തന്നെ അതും തുടങ്ങാം. അപ്പൊ എന്താ? ബി തുടങ്ങി, 1ൽ നിന്ന് ബി തുടങ്ങി അല്ലേ? സി നോക്കാം. സിക്ക് പ്രൊസീഡിങ്സ് ഇല്ല, അതുകൊണ്ട് തന്നെ സിയും 1ൽ തന്നെ തുടങ്ങാം. ക്ലിയർ ആണ്. ഇനി ബി കഴിഞ്ഞ ഉടനെ എന്ത് വേണം? B>F ആണ്. ബി കഴിയുന്ന പോയിന്റിൽ നിന്ന് എഫ് തുടങ്ങണം. പക്ഷെ എഫിന്റെ ഒരു കാര്യം കൂടി ഉണ്ട്. എന്താ? എഫ് തുടങ്ങുന്നതിന് മുന്നേ ഡിയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. പക്ഷെ ഡിയുടെ കണ്ടീഷൻ എന്താ? ഡി തുടങ്ങുന്നതിന് മുന്നേ എ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവണം. അപ്പൊ എന്താ? ADF. അപ്പൊ കംപ്ലീറ്റ് ആയി. എ കഴിഞ്ഞാൽ ഡി തുടങ്ങി, ഡി കഴിഞ്ഞാൽ എഫ് തുടങ്ങി. ക്ലിയർ ആണ്. ഇനി C>G. സി ഇനീഷ്യൽ ആക്ടിവിറ്റി ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്, പ്രൊസീഡിംഗ് ഇല്ല. സി കഴിഞ്ഞാൽ എന്തുണ്ട്? ജി ഉണ്ട്, എച്ച് ഉണ്ട്. ഡൈവേർജ് ചെയ്തു. സിയിൽ നിന്ന് ഡിയും എച്ച്, സി കഴിഞ്ഞാൽ ജിയും എച്ചും സ്റ്റാർട്ട് ചെയ്തു. ഇനിയോ F>I, G>I. അപ്പൊ സിയിൽ നിന്ന് തുടങ്ങിയ ജി കഴിഞ്ഞാൽ ഐ വേണം അല്ലേ? അത് കഴിഞ്ഞാൽ എച്ച് കഴിഞ്ഞാൽ ആക്ടിവിറ്റി ഇല്ല, എച്ച് ഫൈനൽ നോഡിലേക്ക് കണക്ട് ചെയ്യണം. F>I ഉണ്ട്, F>I ഉണ്ട്, F>I. ഈ ആക്ടിവിറ്റി ഐ ആണ്. F>I. ഓക്കെ, F>I ഉണ്ട്, G>I ഉണ്ട്, G>I ഉണ്ട്, ജി ആണ്, G>I ഉണ്ട്. കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്തു. 8 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ ഇതാണ് ഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് ടൈം എസ്റ്റിമേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. എ എന്ന് പറയുന്നതിന് 8 hours, ഇ എന്ന് പറയുന്നത് 16 hours, സി എന്ന് പറയുന്നത് 8 hours. ആ ടൈം പോയിന്റ്സ് ഒക്കെ തന്നിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ ടൈം പോയിന്റ്സ് തന്നിട്ടില്ലെങ്കിൽ 3 തരം T0, TM, TP തന്നിട്ട് അതിനെ എസ്റ്റിമേറ്റ് ചെയ്യണം. ഈ എസ്റ്റിമേറ്റഡ് ടൈമാണ് ഇവിടെ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിന്റെ കാര്യത്തിൽ, CPMന്റെ കാര്യത്തിൽ ആദ്യമേ തരുന്നത്. ഒബ്സർവ്ഡ് ടൈമാണ് ആദ്യമേ തരുന്നത്. അപ്പൊ ഈ ടൈം ആദ്യമേ തന്നിട്ടുണ്ടെങ്കിൽ 8 വീക്ക് ആണ്. അതിന് പകരം ഇവിടെ തരാത്തത് കൊണ്ട് എയുടെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എയുടെ ടൈം 1 to 2 weeks ആണ്. രണ്ടും ഇൻഡിപെൻഡന്റ് പ്രോബ്ലം ആണ്. അത് എക്സാമ്പിൾ ആണ്. ഇവിടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പൊ നമുക്ക് എയുടെ ടൈം 1 to 2 ആണെങ്കിൽ അതിന്റെ ടൈം നമുക്ക് അറിയില്ല. 3 തരം T0, TM, TP ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തു. ഇനി അതല്ല ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിലാണെങ്കിൽ ഡിറ്റർമിനിസ്റ്റ് ടൈമിംഗ് ആണെങ്കിൽ എയുടെ ടൈമിംഗ് തന്നിട്ടുണ്ടാവും, ബിയുടെ ടൈമിംഗ് തന്നിട്ടുണ്ടാവും. കണ്ടീഷൻസ് വെച്ച് അവിടെ ഡയഗ്രാം വരയ്ക്കുക. അവിടെ ഏറോ മാർക്കിന്റെ മുകളിൽ പേരും ടൈമും എഴുതുക. ഇവിടെ ഏറോ മാർക്കിന്റെ മുകളിൽ ടി എസ്റ്റിമേറ്റ് ആണ് എഴുതേണ്ടത്. അപ്പൊ 2 ആണ്. രണ്ടാമത് 1 to 3ന്റെ എസ്റ്റിമേറ്റ് 4 ആണ്. 1 to 3ന്റെ എസ്റ്റിമേറ്റ് 4 ആണ്. 1 to 4ന്റെ എസ്റ്റിമേറ്റ് 3 ആണ്. 1 to
1 to 4 എസ്റ്റിമേറ്റ് 3 ആണ്. 2 to 5 എസ്റ്റിമേറ്റ് 1 ആണ്. 2 to 5 എസ്റ്റിമേറ്റ് 1 ആണ്. മുകളിൽ എഴുതുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? എസ്റ്റിമേറ്റഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചെഴുതുകയാണ് പെർട്ടിന്റെ കാര്യത്തിൽ. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിന്റെ കാര്യത്തിൽ ഡിറ്റർമിനിസ്റ്റിക് വാല്യൂ തന്നിട്ടുണ്ടാവും. അത് നേരെ ആക്ടിവിറ്റി ആയിട്ട് എഴുതിയാൽ മതി, ടൈം ആയിട്ട് എഴുതിയാൽ മതി. ക്ലിയർ? ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡ്രോ ദ പ്രൊജക്ട് നെറ്റ്വർക്ക് ആൻഡ് ഐഡന്റിഫൈ ദ പാത്ത്. പ്രൊജക്ട് നെറ്റ്വർക്ക് ആയി ഇനി പാത്ത് ഐഡന്റിഫൈ ചെയ്യണം. എങ്ങനെയാ പാത്ത് ഐഡന്റിഫൈ ചെയ്യുന്നത്? ആ പാത്ത് ഐഡന്റിഫൈ ചെയ്തു. ഇതാ ഏറോ മാർക്ക് വെച്ച് പാത്ത് ഐഡന്റിഫൈ ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദ എക്സ്പെക്ടഡ് പ്രൊജക്ട് ലെങ്ത്. അല്ലെ, ഇവിടെ ആണെങ്കിൽ നമ്മൾ ആ LS earliest ടൈം ലേറ്റസ്റ്റ് ടൈം ഒക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും. അത് ഇവിടെ ചെറിയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലെങ്ത് ഓഫ് ദ പാത്ത് എങ്ങനെയൊക്കെ കാണാം? ചെറിയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഡയറക്റ്റ് കാണാം. അതല്ലെങ്കിൽ ഈ കാര്യങ്ങൾ സിമിലർ ആണ്, അല്ലെങ്കിൽ സെയിം തന്നെ പറയാം. എങ്ങനെ? ഈ ടൈം എസ്റ്റിമേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ പാത്ത് ഐഡന്റിഫൈ ചെയ്യാൻ, ക്രിട്ടിക്കൽ പാത്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡില് ലേറ്റസ്റ്റ് ടൈം ഏർലിയസ്റ്റ് ടൈം ഒക്കെ വെച്ച് ക്രിട്ടിക്കൽ പാത്ത് വരച്ച പോലെ തന്നെ, അതിന്റെ ടൈമിംഗ് കണ്ടതുപോലെ തന്നെ എക്സാക്ട്ലി അതേപോലെ തന്നെയാണ് ഈ എസ്റ്റിമേറ്റ് കണ്ടു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ പാത്തും ക്രിട്ടിക്കൽ ടൈമും മാറുന്നത്. ഓക്കെ, ഇവിടെ ഡയറക്റ്റ് ആണ്, പെർട്ട് വെച്ചിട്ട് കാണാണ്. പെർട്ട് വെച്ചിട്ട് ലെങ്ത് ഓഫ് ദ പാത്ത് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് നോക്കാം ഏതൊക്കെയാണ്. 1 to 2, 2 to 5, 5 to 6. 1 to 2, 2 to 5, 5 to 6. അതാണ് ഒരു പാത്ത്. ആ പാത്തിന് എത്രയൊക്കെ ടൈമാണ്? 1 to 2 എസ്റ്റിമേറ്റ് ടൈം 2 ആണ്. 2 to 5 1 ആണ്. 5 to 6 7 ആണ്. 2 plus 1 plus 7 10 വീക്സ് ആണ് അതിന്റെ ടൈം. ആ രീതിയിലാണ് പ്രൊജക്ട് ചെയ്യുന്നതെങ്കിൽ 10 ആഴ്ച കൊണ്ട് പ്രൊജക്ട് ചെയ്യും. രണ്ടാമത്തത് ലെങ്ത് ഓഫ് ദ പാത്ത് 1 3 5 6 ആണെങ്കിൽ 1 3 5 6 ഈ വഴിക്കാണ് പോകുന്നതെങ്കിലോ അവിടെ ആണെങ്കിൽ 1 3 ടൈം 4 വീക്സ്, 3 to 5 6 വീക്സ്, 5 to 6 7 വീക്സ്. ടോട്ടൽ ടൈമിംഗ് 17 വീക്സ് വേണം. മൂന്നാമത് 1 to 4 4 to 6 ടൈമിംഗ് 3 plus 8 1 to 4 ടൈമിംഗ് 3 കറക്റ്റ് ആണ്. 4 to 6 ടൈമിംഗ് 5 ആണ്. 4 to 6 ടൈമിംഗ് 5 ആണ്. കറക്റ്റ് ആണ്. എഴുതിയതാണ് മിസ്റ്റേക്ക് വന്നത്. ഇവിടെ 5 ആണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആണ് എഴുതിയത്. കാൽക്കുലേറ്റ് ചെയ്തത് 3 plus 5 8 വീക്സ് ആണ്. ഇപ്പൊ ഇതിലെന്താ നോക്കേണ്ടത്? ക്രിട്ടിക്കൽ പാത്തിൽ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഏറ്റവും കൂടിയ ടൈം എടുക്കുന്ന പാത്ത്. അതേപോലെ ഇവിടെ ഏറ്റവും കൂടിയ ടൈം എടുത്തത് 17 ആണ്. സോ 1 3 5 6 ഹാസ് ലാർജസ്റ്റ് ഡ്യൂറേഷൻ, അല്ലെങ്കിൽ ലോങ്സ്റ്റ് ഡ്യൂറേഷൻ. ലോങ്സ്റ്റ് പാത്ത് വരുന്നത്, ലോങ്സ്റ്റ് ഡ്യൂറേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ എസ്റ്റിമേറ്റഡ് ടൈം ഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ പ്രൊജക്ട് എന്ന് പറയുന്നത്, TE എന്ന് പറയുന്നത് 17 വീക്സ് ആണ്. പ്രൊജക്ട് എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള ടോട്ടൽ ടൈമിംഗ് എന്ന് പറയുന്നത് 17 വീക്സ് ആണ്. ഓക്കെ, 17 വീക്സ് ആണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് സിഗ്മ ആൻഡ് സിഗ്മ സ്ക്വയർ ഓഫ് ദ പ്രൊജക്ട്. പ്രൊജക്ട് ലെങ്ത്തിന്റെ സിഗ്മയും സിഗ്മ സ്ക്വയർ. ഏതാ പ്രൊജക്ട് ലെങ്ത് എടുത്തിട്ടുള്ളത്? 1 3 3 5 5 6 ആണ്. അപ്പൊ എന്താ കാണാം? സിഗ്മ സ്ക്വയറും സിഗ്മയും കാണാം. സിഗ്മ സ്ക്വയർ കാണുമെങ്കിൽ സിഗ്മ സ്ക്വയർ ഓഫ് 1 3 1 3യുടെ സിഗ്മ സ്ക്വയർ 1. രണ്ടാമത്തത് 3 5 3 5യുടെ സിഗ്മ സ്ക്വയർ 4. നെക്സ്റ്റ് 5 6 5 6ന്റെ സിഗ്മ സ്ക്വയർ 4. അപ്പൊ ആകെ എത്രയാ? സിഗ്മ സ്ക്വയർ ഓഫ് 1 3 പ്ലസ് അങ്ങനെ ഓരോന്നും കൂട്ടുക. എത്രയാ? 1 plus 4 plus 4 9 വീക്സ് വാരിയൻസ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ റൂട്ട് ഓഫ് ദ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് ദ വാരിയൻസ്, പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് 9 ഇറ്റ് ഈസ് 3 വീക്സ്. ഓക്കെയാണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് പ്രൊജക്ട് വിൽ കംപ്ലീറ്റഡ് അറ്റ് ലീസ്റ്റ് 4 വീക്സ് ഏർലിയർ ദാൻ എക്സ്പെക്ടഡ്. 4 ആഴ്ച മുന്നേ തീരാനുള്ള ചാൻസ് എത്രയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്? 17 ആഴ്ചയാണ് എക്സ്പെക്ട് ചെയ്തത്. 17 വീക്സ് ആണ് നമുക്ക് TE കിട്ടിയത്. ആ 17 വീക്സിനേക്കാളും 4 ആഴ്ച മുന്നേ ഇത് കഴിയാനുള്ള ചാൻസ് ആണ് നമ്മൾ ചോദിക്കുന്നത്. എത്രയാ? 17 വീക്സിനേക്കാളും 4 ആഴ്ച മുന്നേ 13 ആഴ്ച കൊണ്ട് ഇത് തീരാനുള്ള ചാൻസ്. എങ്ങനെ കാണാം? വി ആർ അസ്യൂമിങ് സ്റ്റാൻഡേർഡ് നോർമൽ. സ്റ്റാൻഡേർഡ് നോർമൽ ആണെന്ന് വിചാരിക്കാം. അപ്പോഴോ Z ഈക്വൽ ടു എന്താണ്? Z ഇസ് ദ T minus T estimate by sigma, like x minus mu by sigma. X variable ആണ്. mu എന്ന് പറയുന്ന എസ്റ്റിമേറ്റഡ് ടൈം ആണ്. mu എന്ന് പറയുന്ന മീൻ ആണ്. സിഗ്മ ഇസ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇവിടെ എത്രയാ? എസ്റ്റിമേറ്റഡ് ടൈം 17 ആണ്. T എന്ന് പറയുന്ന വാരിയബിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടൈം എത്രയാ? കൺസിഡർ ചെയ്യുന്ന ടൈം 13 ആണ്. 4 വീക്സ് ബിഫോർ ആണ്. അങ്ങനെയാണെങ്കിൽ 13 minus 17 by 3 എന്താ? minus 1.33. Probability of Z less than minus 1.33 13 ആഴ്ചയ്ക്കുള്ളിൽ. Probability of X less than 13 അല്ലെങ്കിൽ
പ്രോബബിലിറ്റി ഓഫ് z ലെസ് ദാൻ -1.33 സ്റ്റാൻഡേർഡ് ഫോർമുല ആക്കി. x മൈനസ് മ്യൂ ബൈ സിഗ്മ. ഇവിടെ x ന് പകരം t ഉപയോഗിച്ചു. t മൈനസ് ടി ബൈ സിഗ്മ. അപ്പൊ എത്രയാ വരുന്നത്? പ്രോബബിലിറ്റി ഓഫ് z ലെസ് ദാൻ -1.33. സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ നോക്കാം. എന്താ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ? സിമ്മട്രിക് ആണ്, ലൈക്ക് എ മിറർ ഇമേജ്. അവിടെ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂ 0 ആണ്, ആവറേജ് 0 ആണ്. എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ കൊടുത്തു കഴിഞ്ഞാൽ ആവറേജ് 0 ആയി. എക്സ് നോർമൽ ആണ്, എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്തായി? മ്യൂ 0 ആയി, വാരിയൻസ് 1 ആയി, സ്റ്റാൻഡേർഡ് ആയി. സ്റ്റാൻഡേർഡ് നോർമൽ ആയി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? സെഡിന്റെ വില -1.33യേക്കാളും കുറവ്, -1.33യേക്കാളും കുറവ്. സിമ്മട്രിക് ആണ്. ഓപ്പോസിറ്റ് സൈഡ് എടുക്കാം, പോസിറ്റീവ് ആക്കാം. ഇവിടെ ലെസ് ദാൻ ആണെങ്കിൽ 1.33യേക്കാളും കൂടുതലാണ്, പോസിറ്റീവ് സൈഡിലേക്ക് ആക്കി അല്ലേ? അതിന്റെ ചാൻസ് എന്താ? ഇതിന്റെ ചാൻസ് എങ്ങനെ കാണാം? ഇത് 0.5 ആണെന്ന് അറിയാം, ഇതും 0.5 ആണെന്ന് അറിയാം. നമുക്ക് ഇവിടുന്ന് ഇവിടെ വരെയുള്ളത് ടേബിൾ വാല്യൂ കിട്ടും. ആ ടേബിൾ വാല്യൂ 0 to 1.33 ടേബിൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 0.5ന് കൂടി ഏഡ് ചെയ്താൽ മതി അല്ലേ? ഇനി അതല്ല ടോട്ടൽ വാല്യൂ ഇതുവരെയുള്ളതാണ്, -∞ തൊട്ട് 1.33 വരെയുള്ളതാണെങ്കിൽ. ഇനി തിരിച്ച് ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? 1.33ക്ക് മുകളിലുള്ള വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 0.5ൽ നിന്നും 0 മുതൽ 1.33 വരെയുള്ള വാല്യൂ സബ്സ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ? ഇപ്പൊ എത്ര കിട്ടും? ആ വാല്യൂ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 0.0918. എത്ര കിട്ടി? സെഡ് 1.33യേക്കാളും അധികമാവാനുള്ള ചാൻസ് 0.918. എങ്ങനെ കാണുന്ന? 0.5ൽ നിന്നും 0 മുതൽ 1.33 വരെയുള്ള വാല്യൂ സബ്സ്ട്രാക്ട് ചെയ്തു. ക്ലിയർ ആണ്? അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള 0.0918. എന്താ മീനിങ്? പ്രോബബിലിറ്റിനെ പെർസെന്റേജ് ആക്കി പറയാം. 9.18%. എന്താ അതിന്റെ അർത്ഥം? 13 ആഴ്ച കൊണ്ട്, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് 17 ആഴ്ച, നമ്മൾ ചോദിച്ചിട്ടുള്ള 13 ആഴ്ച. 13 ആഴ്ച കൊണ്ട് 17 ആഴ്ച വിചാരിച്ച പ്രൊജക്ട് അത്രയും മുന്നേ 4 ആഴ്ച മുന്നേ കഴിയാനുള്ള ചാൻസ് ഓൺലി 9%. ഓക്കെയാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Probability of project completed no more than 4 weeks later than expected. 17 ആഴ്ചയാണ് നമ്മൾ വിചാരിച്ചത്, 4 ആഴ്ചയും കൂടി കൂട്ടി 21 ആഴ്ച കൊണ്ട് ഇത് തീരാനുള്ള ചാൻസ് എന്താണ്? അല്ലേ? ആൾമോസ്റ്റ് ഷുവർ ആണ്. അപ്പൊ എങ്ങനെയാണ്? Z equal to 21 weeks. X എന്ന് പറയുന്നത് വാരിയബിൾ എന്ന് പറയുന്നത് 21, എക്സ്പെക്ടഡ് വാല്യൂ മ്യൂ എന്ന് പറയുന്നത് 17, സിഗ്മ എന്ന് പറയുന്നത് 3. സോ 21 minus 17/3. സെഡ് സ്റ്റാൻഡേർഡൈസ് ചെയ്തു. സ്റ്റാൻഡേർഡൈസ് ചെയ്താൽ ഇതുപോലെ തന്നെ നോക്കാം. എങ്ങനെയാ? സെഡിന്റെ വില 1.33. നമ്മൾ പറഞ്ഞിട്ടെന്താ? 1.33 ആണ് സെഡ് കിട്ടിയിട്ടുള്ളത്. 21 ആഴ്ചയ്ക്കുള്ളിൽ കഴിയണം എന്ന് വെച്ചാലോ? 21 ആഴ്ചയ്ക്കുള്ളിൽ കഴിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് തുടങ്ങാം? 21 ആഴ്ചയ്ക്കുള്ളിൽ 1.33ക്കുള്ളിൽ കഴിയണം. എത്രയായിരിക്കും അപ്പം? ദാറ്റ് ഈസ് 0.5നോട് കൂടി ഈ വാല്യൂ കൂട്ടുക. എത്രയാ വാല്യൂ? 0.4082 കൂട്ടിക്കഴിഞ്ഞാൽ 9082. മീനിങ് എന്താ? 90% അല്ലെങ്കിൽ 91% ഓഫ് ദ പ്രൊജക്ട് അല്ലെ, അല്ലെങ്കിൽ 91% വി ആർ ഷുവർ അബൌട്ട് ദ പ്രൊജക്ട് വിൽ കംപ്ലീറ്റഡ് ഇൻ 21 വീക്സ്. 4 വീക്സ് ലേറ്റർ ദാൻ എക്സ്പെക്ടഡ്. എക്സ്പെക്ട് ചെയ്തതിനേക്കാളും 4 ആഴ്ച, 21 ആഴ്ച കൊണ്ട് പ്രൊജക്ട് തീരാനുള്ള സാധ്യത 91%. 90.82% ആണ്. ഓക്കെയാണ്? മനസ്സിലായിട്ടുണ്ട്? സ്റ്റാൻഡേർഡ് നോർമൽ അറിയാം. ഓക്കെ. നെക്സ്റ്റ് Z എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ if the project due date is 19 weeks, what is not meeting the due date? What is the project completion? It is not meeting the due date. 19 ആഴ്ച കൊണ്ട് 19 ആഴ്ച കൊണ്ട് ഇത് തീരാനുള്ള ചാൻസ് 19 ആഴ്ച കൊണ്ട്. 19 ആഴ്ച വന്നു കഴിഞ്ഞാലോ 19 minus 17/3 0.667. 0.667 ഉള്ളിൽ ഇത് കംപ്ലീറ്റ് ആവാനുള്ള ചാൻസ് എത്രയാ? ഇറ്റ് ഈസ് ഇതേപോലെ കണ്ടുനോക്കി കഴിഞ്ഞാൽ 0.66 വരെയുള്ള -∞ തൊട്ടുള്ള ചാൻസ് പ്രോബബിലിറ്റി 0.5നോട് ആ വാല്യൂ കൂട്ടി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 0.7486. 74.86. 75% we are sure about it. The project should be completed in 19 weeks. അല്ലേ? 17 വീക്സ് ആണ് ആവറേജ് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത്. 19 ആഴ്ച കൊണ്ട് 75% പ്രൊജക്ട് ചെയ്യും. ഓക്കെയാണ്? Next, probability of the project will be completed on scheduled if scheduled completion time is 20 weeks. Scheduled completion time 20 weeks ആണെങ്കിൽ what is the probability of the project will be completed on scheduled date or scheduled time if the scheduled time is 20 weeks.
ഇതേപോലെ തന്നെ എന്ത് ചെയ്താൽ മതി 20 minus 17 by 3 it is 1 probability of z less than 1 probability of z less than 1 ഇതേപോലെ ചെയ്ത് നോക്കാം up to 1 വരെയുള്ളത് 0.5 plus 0 to 1 വരെയുള്ള ചാൻസ് എത്രയാണ് 0 to 1 0 to 1 വരെയുള്ള ചാൻസ് ആഡ് ചെയ്യാം 0 to 1 എത്രയാ 0.3413 0.5 ന്റെ കൂടെ കൂട്ടി 0.8413 84.13% 20 ആഴ്ചയ്ക്കുള്ളിൽ പ്രൊജക്ട് തീരും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇത് ഇംപ്ലൈ ചെയ്യുന്നത് ഓക്കെ next question last question find the scheduled completion time if the project completion to be 90%. Find the scheduled completion. Find the scheduled completion time if the project completion time is 90%. 90% sure about the scheduled completion. 90% നമുക്ക് ഉറപ്പാണ് ഇത് തീരുന്നുള്ളത്. Find the scheduled completion time if the project completion to be 90% and it is given that it is the set value it is given that it is 1.28. Set value is 1.28. If it is given that set value is 1.28. Probability, this probability is given. Question this probability of completion to be 90% if that point is 1.28. Our question is find scheduled completion time if the probability of completion to be 90% at z equal to 1.28. ആ പോയിന്റ് നമുക്കറിയാം എവിടെയാണ് ആ പോയിന്റ് എന്നുള്ളത് നമുക്കറിയാം ആ വാല്യൂ സെറ്റിന്റെ വാല്യൂ 1.28 ആണെങ്കിൽ അത് 90% ആണെങ്കിൽ അത് എത്ര ആഴ്ച കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് 90% ഇത് തീരാനുള്ള സാധ്യത എത്ര ആഴ്ച കൊണ്ടാണ് അല്ലേ അപ്പൊ റിവേഴ്സ് പ്രോബിലിറ്റി കാൽക്കുലേഷൻ അല്ലേ എന്താ നമുക്കറിയാവുന്നത് ഈ സെറ്റ് ഈക്വൽ ടു 1.28 അതാണ് തന്നിട്ടുള്ളത് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ടി മൈനസ് ടി ഇ ബൈ സിഗ്മ ടി ആണ് കാണേണ്ടത് ടി നമുക്കറിയാം ടി എന്താ ടി 17 ആണ് സിഗ്മ 3 ആണ് അല്ലേ ടി 17 and sigma is 3 we want to find the value of t the variable if probability of z less than this 1.28 is equal to it is given that it is 90% we are sure about the project will complete in t weeks and the probability of such a completion is 90%. So we want to find the time to complete this project. എത്രയാ എങ്ങനെ കാണാം റിവേഴ്സ് പ്രോബിലിറ്റി കാൽക്കുലേഷൻ സെറ്റിന്റെ വിലയാണ് കാണേണ്ടത് സെറ്റ് എന്താ ടി മൈനസ് ടി എസ്റ്റിമേറ്റ് ബൈ സിഗ്മ അതിന്റെ ചാൻസ് 90% ആണ് അപ്പൊ നമുക്കറിയാവുന്ന കാര്യം ഇവിടെ എഴുതി നോക്കാം സെറ്റ് ഈക്വൽ ടു ടി മൈനസ് ടി എസ്റ്റിമേറ്റ് ബൈ സിഗ്മ ടി മൈനസ് 17 by 3 it is equal to 1.28. So just cross multiply it. You can find the value of t. T equal to 3 into 1.28 plus 17. That is equal to 20.84 weeks. 20.84 weeks. 90% പ്രൊജക്റ്റും കഴിയും. ഇതിന്റെ ആൻസർ തന്നെയാണ് ഇവിടെ നേരത്തെ ചോദിച്ചിരുന്നത്. അല്ലേ 20 വീക്സിൽ എത്ര കഴിയും? 20 വീക്സിൽ എത്ര കഴിയും? 90% കഴിയും. 90% പ്രൊജക്റ്റ് 21 വീക്സ് അല്ലേ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 4 ആഴ്ച കഴിഞ്ഞിട്ട് 21 വീക്സിൽ 90% ഓഫ് ദ പ്രൊജക്റ്റും കഴിയും. ഇവിടെ ചോദിച്ചെന്താ 20.84 ഇറ്റ് ആൾമോസ്റ്റ് 21 വീക്സ് 21 ആഴ്ച കൊണ്ട് എത്ര കഴിയും 90% കഴിയും. ഇപ്പൊ രണ്ട് രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോബിലിറ്റി കണ്ടിട്ട് ചെയ്യുകയാണെങ്കിലും പ്രോബിലിറ്റി വീഴ്ച ടൈം കാണുകയാണെങ്കിൽ രണ്ടും സെയിം തന്നെയാണ് വാല്യൂ കിട്ടുന്നത്. ഓക്കെ ഇവിടെ പറഞ്ഞത് 21 ആഴ്ച കൊണ്ട് ചേരാൻ എത്ര പ്രൊജക്ട് തീരും 90% ചെയ്യും. ഇവിടെ പറഞ്ഞിട്ടുള്ളത് 90% പ്രൊജക്ട് ചെയ്യാൻ എത്ര സമയം വേണം 20.84 വീക്സ് വേണം. വളരെയധികം ആപ്ലിക്കേഷനുള്ള പ്രൊജക്ടിന് അധികം ഈ പറഞ്ഞ പോലെ ടൈമിംഗ് കാൽക്കുലേഷൻ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയ PERT ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്. ഈ PERT എന്ന് പറയുന്നത് പ്രൊജക്ട് എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് കെട്ടലാവാം ഒരു ബിൽഡിംഗ് ചെയ്യുന്നതാവാം അല്ലേ അതിൽ പല ഘടകങ്ങൾ വരുന്നുണ്ട് അല്ലേ ഫൗണ്ടേഷൻ മുതൽ സിമെന്റിങ് ഫ്ലോറിംഗ് കോൺക്രീറ്റിംഗ് പെയിന്റിംഗ് ഫർണിച്ചർ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ എങ്ങനെയായിരിക്കണം ഈ പറഞ്ഞ പോലെ കണ്ടീഷൻ കഴിഞ്ഞിട്ടായിരിക്കണം ഫ്ലോറിംഗ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് വാൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ A less than B വാൾ കഴിഞ്ഞിട്ട് നമുക്ക് പ്ലാസ്റ്ററിംഗ് ചെയ്യാൻ പറ്റുള്ളൂ B less than C പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞിട്ട് പെയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ C less than D കൺസ്ട്രെയിൻസ് വരുന്നത് എങ്ങനെയാണ് പ്രാക്ടിക്കൽ കണ്ടീഷനാണ് കൺസ്ട്രെയിൻസ് ആയിട്ട് വരുന്നത് അല്ലേ ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ ചെയ്തേക്കാം അല്ലേ എന്തൊക്കെ ചെയ്യാം
ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നിലധികം കാര്യങ്ങൾ വരെ സമയം ചെയ്യാം അല്ലേ? മുകളിലേക്ക് വാൾ വെക്കുന്ന സമയത്ത് വേണമെങ്കിൽ, കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ, നമുക്ക് വേണമെങ്കിൽ ഫർണിച്ചറിന്റെ പരിപാടി ചെയ്യാം, ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാം അല്ലേ? അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ രീതിയിൽ കൺസ്ട്രെയിൻ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് വേണം, കംപ്ലീറ്റ് ആ വീട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ താക്കോല് കൊടുക്കാനായിട്ട്. അപ്പൊ എന്താ വേണ്ടത്, അതാണ് ഇവിടെ പറഞ്ഞത് 1 to 6. 6ാമത്തെ നോഡിൽ എത്തുന്ന സമയം അതിലെന്തൊക്കെയാവാം, ചിലപ്പം സിമെന്റ് ചെയ്യുന്നവൻ ലേറ്റ് ആയി കാണും, ഫ്ലോർ ചെയ്യുന്നവൻ ലേറ്റ് ആയി കാണും, ഫർണിച്ചറുകാരൻ ലേറ്റ് ആയി കാണും. ആരൊക്കെ എന്തൊക്കെ വൈകിച്ചു കഴിഞ്ഞാലും മാക്സിമം ടൈമാണ് അല്ലേ? മാക്സിമം ടൈം ടു കംപ്ലീറ്റ് ദ പ്രൊജക്ട് ആണ്. എങ്ങനെയൊക്കെ ആവാം, 10 വീക്കിലാവാം, 17 വീക്കിലാവാം, 8 വീക്കിലാവാം. പക്ഷെ എന്ത് വേണം, നമുക്ക് എല്ലാ കാര്യങ്ങളും കഴിയണം അല്ലേ? എല്ലാ കാര്യങ്ങളും ഏതൊക്കെ വഴിക്കൂടി വന്നു കഴിഞ്ഞാലും നമുക്ക് ആ പ്രൊജക്ട് കംപ്ലീറ്റ് ആവണം. അങ്ങനെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് ബിൽഡിങ്ങിനെ ആലോചിച്ചാൽ മതിയെന്ന്. ഓക്കെ, ഇവിടെ അതല്ല, മീനിങ് ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഐഡിയ പറയുന്നത്. ഇവിടെ എങ്ങനെയാ പറയുന്നത്, നമുക്ക് ഏറ്റവും ലേറ്റ് ആയിട്ട് അല്ലേ, തൃശ്ശൂരിന് സ്റ്റാർട്ട് ചെയ്തു, എറണാകുളത്ത് എത്തി. എറണാകുളത്ത് നിന്ന് ഫർദർ മൂവ്മെന്റ് വരണമെങ്കിൽ ഏത് വഴിക്ക് ആളുകൾ വന്നാലും നമ്മളിവിടെ വെയിറ്റ് ചെയ്യും. 1 മണിക്കൂർ കൊണ്ട് തൃശ്ശൂരിൽ നിന്ന് എത്തിയാലും, 1.5 മണിക്കൂർ കൊണ്ട് എത്തിയാലും, 2 മണിക്കൂർ കൊണ്ട് എത്തിയാലും നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. അപ്പൊ 2 മണിക്കൂർ എത്തുന്ന ആളെ വരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എറണാകുളത്ത് നിന്ന് ഫർദർ മൂവ്മെന്റ് ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാവാം, ബിൽഡിങ്ങിന്റെ കേസുള്ള പോലെ ആവാം. ഇനി ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്ട് ആണെന്ന് വെച്ചാൽ 4 ആളെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ പ്രോഗ്രാം ആക്കി കൊടുത്തിട്ടുണ്ട്, സബ് പ്രോഗ്രാംസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ കംപ്ലീറ്റ് പ്രൊജക്ട് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യണമെങ്കിൽ എല്ലാവരുടെ പരിപാടിയും കഴിഞ്ഞിട്ട് ഇവിടെ ലാസ്റ്റ് മോഡൽ വരണം അല്ലേ? അങ്ങനെ പലതരത്തിൽ. ഇപ്പം പ്രൊഡക്ഷൻ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കാറാണ് ഉണ്ടാക്കുന്നത്. നോക്കുക, കാർ ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, അതിനാവശ്യമുള്ള പാർട്സ് മുഴുവൻ മാനുഫാക്ചർ ചെയ്യണം അല്ലേ? ടയർ വേണം, എഞ്ചിൻ വേണം, ബോഡി വേണം, എല്ലാ പരിപാടിയും വേണം. അത് എങ്ങനെ ഫിറ്റ് ചെയ്യണം, അതിന്റെ ലാസ്റ്റ് അതിന്റെ പെയിന്റിംഗ് വർക്ക് ഉണ്ട്. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് കാറ് ഹാൻഡ് ഓവർ ചെയ്യണമെങ്കിൽ എന്ത് വേണം, 1 നിന്ന് ലാസ്റ്റ് നോഡ് വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരെണ്ണം ലേറ്റ് ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പ്രൊജക്ട് ലേറ്റ് ആവും. അതുകൊണ്ട് തന്നെ മാക്സിമം കംപ്ലീഷൻ പ്രൊജക്ട് ടൈമാണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഇവിടെയാണെങ്കിലും ഇവിടെ വന്നാലും ലോങ്സ്റ്റ് ഡ്യൂറേഷൻ കോൺസെപ്റ്റ് അതാണ്. ഓക്കെ, പ്രൊജക്ട് ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക് 3 തരം ടൈം പോയിന്റ്സ്, T0, TM, TP. അത് വെച്ചിട്ട് ആവറേജ് കാണാം, T എസ്റ്റിമേറ്റ്, മീൻ മ്യൂ കാണാം, സിഗ്മ കാണാം, സിഗ്മ സ്ക്വയർ വാരിയൻസ് കാണാം, അതിന്റെ പ്രോബബിലിറ്റി കാണാം ബൈ യൂസിങ് സ്റ്റാൻഡേർഡ് നോർമൽ, മെയിൻ ഡിഫറൻസ് പ്രോബബിലിറ്റി കാണാം, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഡിറ്റർമിനിസ്റ്റിക് കാണാം. അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ഫോർ നൗ.